ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ജനങ്ങളത് സ്വീകരിച്ചു. രാഹുൽ ഗാന്ധി അനൗൺസ് ചെയ്ത കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി സ്കീമുകൾ അത് UDFിൻ്റെ ഗ്യാരണ്ടി സ്കീമുകളായിട്ട് ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടു. പ്രതിപക്ഷ നേതാവ് നയിച്ച പ്രതിപക്ഷ നേതൃനിര ഒന്നാകെ പങ്കെടുത്ത പുതുയുഗ യാത്രയ്ക്ക് ജനങ്ങൾ അതിഗംഭീരമായ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് നൽകിയത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ UDFന് നല്ല വിജയസാധ്യതയാണ് ഞങ്ങൾ കണക്കൂട്ടിയത്. ഇന്നലെ എക്സിറ്റ് ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിവെക്കുന്ന എക്സിറ്റ് ഫലങ്ങളാണ്. അതിനെയും ഞങ്ങൾ വിലയിരുത്തുന്നു. ഏതായാലും ഈ ദിവസം വരെയായി ഇനി 4 ദിവസത്തെ കാത്തിരിപ്പാണ്. അതിനെല്ലാവരും തയ്യാറാണ്. ജനവിധിയെ ഞങ്ങൾ മാനിക്കും. ജനവിധി UDFന് അനുകൂലമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ ഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് വോട്ടർ പട്ടികയുടെ SIR വർക്ക് മുതലങ്ങോട്ട് തെരഞ്ഞെടുപ്പിലെ പല സ്ഥലത്തും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചത് പക്ഷപാതപരമായിട്ടാണ്. പല സ്ഥലങ്ങളിലും ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനീതി ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ചെറുത്തുകൊണ്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടുന്ന ഒരു ഫലമായിരിക്കും 4-ാം തീയതി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിനെ പ്രധാനപ്പെട്ട എല്ലാ റിപ്പോർട്ടിംഗ് ഏജൻസികളും എക്സിറ്റ് ഫലം പ്രഖ്യാപിച്ച എല്ലാവരും തന്നെ കേരളത്തിലൊരു ഭരണമാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രഖ്യാപനങ്ങളാണ് അവർ സൂചന നൽകിയിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.